ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവട് വെച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ആ പുരോഗതിക്ക്, വികസനത്തിന് ഇടവേള ഉണ്ടാകരുത് എന്നാണ് ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ എന്ന് ഞാൻ പറയുന്നത്, ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. പക്ഷേ LDFിനോടൊപ്പം തന്നെ LDFിനെ എതിർക്കുന്ന മുന്നണികളിലുള്ളവരടക്കം നാടിന് വികസനം വേണം, നാടിന് പുരോഗതി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ജനത്തിന് കൃത്യമായ അനുഭവമുണ്ട്. ആ അനുഭവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് LDFിന് മാത്രമേ പ്രതിബദ്ധതയോടെ നാടിൻ്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഒരു തരത്തിലുള്ള അവ്യാകൃതങ്ങളും LDF ആകുമ്പോൾ ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ കാണുന്നു, LDFിൻ്റെ സംസ്കാരം കൊണ്ടാണ് അത് നേടിയത് എന്ന്. ഇത് മറ്റേതെങ്കിലും കൂട്ടർക്ക് കഴിയില്ല എന്നും അവർ കാണുകയാണ്. അതോടൊപ്പം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് തടസ്സമായി വരത്തക്ക രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ജനങ്ങൾ കാണുന്നത്, ഭരണരംഗത്തിരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കൂട്ടർ തന്നെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലമാണ്. ആ കാലം 10 വർഷം മുൻപ് അവരുടെയെല്ലാം ഓർമ്മയിലുള്ളതാണ്. എന്നാൽ എത്രമാത്രം പ്രതിബദ്ധതയോടെ അത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാർ തയ്യാറായി എന്നത് അവരുടെ അനുഭവത്തിലുള്ളതുമാണ്. ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കാലം, ഈ 10 വർഷം നാടിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി, അതിനടിസ്ഥാനം LDF ഗവൺമെൻറ് രൂപീകൃതമായതാണ് എന്നും അവർ കാണുന്നു. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ളവരടക്കം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് LDF ആകണമെന്ന് ഇതെല്ലാം കൊണ്ട് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആകെ തകർന്നു പോകുമെന്ന ഘട്ടം വന്നിട്ടുണ്ട്. നമ്മളെ മുന്നോട്ട് നീക്കാൻ തടസ്സമുണ്ടാക്കും വിധത്തിലുള്ള വിവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം
വളരെ കൃത്യതയോടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ LDF-ന് കഴിഞ്ഞുവെന്നും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും ജനങ്ങളാകെ കാണുകയാണ്. ഇതാണ് LDF-ൻ്റെ കരുത്ത്. ഈ കരുത്തിനെ പൊളിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ഫലം കിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. കഴിഞ്ഞ 10 വർഷമെടുത്താൽ 2016 ജനങ്ങൾ നൽകിയതിനേക്കാളും കൂടുതൽ സീറ്റാണ് 2021 LDF-ന് നൽകിയത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDF-ന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. നമുക്ക് ഒരു വികസിത കേരളം, അതാണ് ഞങ്ങൾ LDF പറഞ്ഞ നവകേരളം. അത് ഒരു സ്വപ്നമല്ല, സാധ്യമാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് നമുക്ക് നീങ്ങാം. 2031 കേരളം എങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതുമാണ്. ഈ അവസാന ഘട്ടത്തിൽ പൈസ കൊടുത്ത് വോട്ട് മറിക്കൽ, അതുപോലെ വർഗീയമായ പ്രചരണം, ജമാഅത്ത് ഇസ്ലാമി അതുപോലെ വെൽഫെയർ പാർട്ടിയുടേത് LDF പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാനുള്ള, ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ധ്രുവീകരണ നീക്കം കാണുന്നുണ്ട്? ഇതൊക്കെ പൈസയുടെ കാര്യം വേറെ, വർഗീയ നീക്കം വേറെ. അതിൽ വർഗീയ നീക്കത്തിൻ്റെ കാര്യം എടുത്താൽ അത്തരം നീക്കങ്ങൾ കൊണ്ടൊന്നും ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ല. ഞാൻ ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രചരണവുമായിട്ട് 2 ജില്ലയൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പോയതാണ്. ആ ജില്ലകളിലെല്ലാം കാണാൻ കഴിഞ്ഞത് എല്ലാ വിഭാഗവും, ഞാൻ പ്രത്യേകം വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വിഭാഗവും നല്ല ഉണർവോടെ, ഉന്മേഷത്തോടെ LDF-നോടൊപ്പം അണിനിരക്കുന്നതാണ്. പ്രത്യേകിച്ച് ആരെയാണോ ഇത്തരം ആളുകൾ ലക്ഷ്യമിടുന്നത്, അത്തരം ആളുകളുടെ കണ്ണിലെ തിളക്കം, മുഖത്തെ പ്രസന്നത, ഇതിനോടുള്ള അദമ്യമായ അനുകൂല വികാരമാണ് കാണിക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പ്രചരണം കൊണ്ട് പൊളിക്കാൻ കഴിയുന്നതല്ല. പൈസ അത് കേരളത്തിന് പുറത്ത് സാധാരണ പലരും പ്രയോഗിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരള വോട്ടർമാർ എല്ലാ കാലത്തും പ്രബുദ്ധരാണ്. അത്തരത്തിലുള്ള പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്നത് അവർ നല്ലോണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നു പോകാൻ കേരളത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ആ ഡാഷ് അവരവർ പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ഈ അഴിമതി കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിട്ടുള്ള ആളാരാണുള്ളത്? നിങ്ങൾക്കറിയില്ലേ? അത് ഇദ്ദേഹമാണ്. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാം. ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ശരി, ഓക്കെ. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാന്നാണ് പറഞ്ഞത്. അത് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അന്നേരം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ പറയാം. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.